പക്കാ രാഷ്ട്രീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദീർഘ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം, ഏതാണ്ട് 11 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ആയിട്ട് വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നീണ്ട ചർച്ചകൾക്കും നീണ്ട ഉദ്വേഗജനകമായ അന്തരീക്ഷങ്ങൾക്കും ഒക്കെ ശേഷമാണ് സതീശനെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ സതീശനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, സതീശനെ കുറിച്ച് പറയുമ്പോൾ, സതീശനെ കുറിച്ച് ഒരുപാട് പുതിയ കാര്യങ്ങൾ ജനങ്ങൾക്കും നാട്ടുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ പറയാനുണ്ടാവും. പക്ഷെ സതീശൻ്റെ ഏറ്റവും വലിയ വ്യത്യസ്ത സ്വഭാവം എന്ന് എല്ലാവരും പറയുന്നതും സതീശൻ്റെ പുസ്തക വായന, സതീശനെ വസ്തുതകളെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു പ്രതിഫലിപ്പിക്കാനുള്ള സതീശൻ്റെ അപാരമായ കഴിവ്, ഇതൊക്കെ തന്നെ പറയുമ്പോൾ തന്നെ സതീശനെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി സതീശൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് സതീശൻ ജീവിക്കുന്ന സമൂഹത്തിലെ വ്യത്യസ്ത ചിന്താധാരകളെക്കുറിച്ചും വ്യത്യസ്ത മതവിഭാഗങ്ങളെക്കുറിച്ചുള്ള സതീശൻ്റെ ആഴത്തിലുള്ള പഠനങ്ങളും അറിവുമാണ് ഒരുപക്ഷെ കേരളത്തിൽ അധികം ആരും അറിയാതെ പോയിരിക്കുന്നത്. ഈ കഴിഞ്ഞ അദ്ദേഹം ഇരുന്ന പ്രതിപക്ഷ നേതാവായിട്ട് 5 വർഷം ഇരുന്ന സമയത്ത് കേരളത്തിൽ വളരെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ മതസാമുദായിക സംഘടനകളെ കാണുകയും അവരുമായിട്ട് വലിയ തോതിലുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുന്നതിന് സതീശന് കഴിഞ്ഞിട്ടുണ്ട്. സതീശൻ്റെ ഈ അടുത്ത ദിവസങ്ങളിലാണ് സതീശൻ ക്രൈസ്തവ സഭകളിലെ വിവിധ സഭാവിഭാഗങ്ങളിൽ പോയി പലപ്പോഴായിട്ട് പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ ഒരു സമാഹാരം DC ബുക്സ് പുറത്തിറക്കിയത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ആദം നീ എവിടെയാകുന്നു എന്നാണ്. ഇതാണ് ആ പുസ്തകം. DC ബുക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനകത്ത് സതീശൻ എടുത്തു പറയുന്ന ചില രാഷ്ട്രീയമുണ്ട്, മതങ്ങളെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, ക്രൈസ്തവ മതത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശാലമായ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് സതീശൻ നടത്തിയിരിക്കുന്നത്. അതിന് 32 അധ്യായങ്ങളിലായിട്ട് സതീശൻ ദീർഘമായ രീതിയിൽ ക്രിസ്തുവിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, ക്രിസ്തു പൊതുസമൂഹത്തോട് പറഞ്ഞ മാനിഫെസ്റ്റോയെക്കുറിച്ച്, ക്രൈസ്തവ ജീവിതം എന്താണ്, അതുപോലെ തന്നെ നിന്റെ രാജ്യം വരണമേ, ദൈവരാജ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച്, അങ്ങനെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചാണ് സതീശൻ സംസാരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായത്തിൻ്റെ പുറത്തുള്ള ഒരു സമുദായത്തെക്കുറിച്ച്, ഒരു മതത്തെക്കുറിച്ച് ഇത്ര ഗാഠമായ തരത്തിൽ സംസാരിക്കുകയും അത് പുസ്തകമാക്കുകയും ചെയ്ത അനുഭവങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാൽ ക്രൈസ്തവ മതത്തെക്കുറിച്ച് നമുക്കിവിടെ പുസ്തകങ്ങൾ, KP കേശവ മേനോൻ്റെ യേശുദേവൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതുപോലെ തന്നെ KP അപ്പൻ എഴുതിയ നിരവധി ലേഖനങ്ങളുടെ സമാഹാരമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ നിരവധി ലേഖനങ്ങളുടെ സമാഹാരമുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്ത, നമ്മൾ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നതിൻ്റെ നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സതീശൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ക്രിസ്തുവിനെ സതീശൻ എങ്ങനെയാണ് കണ്ടു എന്നുള്ളത് പ്രതിപാദിക്കുന്നതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ സതീശൻ പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഈ പുസ്തകം രചിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് സതീശൻ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ക്രൈസ്തവ ചുറ്റുപാടുകളിലായിരുന്നു. വായന എൻ്റെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി മാറിയ കാലം മുതൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാനും വായിക്കാനും കൂടുതൽ സമയം കണ്ടെത്തുക പതിവായിരുന്നു. വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുകയും ഹൈന്ദവ വിശ്വാസിയായി തുടരുമ്പോഴും മറ്റു മതങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും അതിലെ സാരാംശങ്ങൾ ഉൾക്കൊള്ളാനും എളിയ തോതിൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അതാണ് സതീശൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുസ്തക രചനയിലേക്ക് തിരിഞ്ഞതും ഈ പ്രഭാഷണങ്ങൾ അടങ്ങിയ പുസ്തകം ഇറക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് സതീശൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് അവസാനം സതീശൻ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ആ പുസ്തകം എന്ന് പറഞ്ഞു വരുന്നതിൻ്റെ അവസാന പാരഗ്രാഫ് ഇതാണ് പറഞ്ഞത്: ജീവിതത്തിൽ വീഴാതെ പിന്തിരിഞ്ഞോടാതെ പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് യേശുക്രിസ്തു എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുക, കാരണം നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നവൻ വിശ്വസ്തനാണ് എന്ന സത്യമാണ് എന്നെ നയിക്കുന്നത്. ഒരുപക്ഷെ സതീശൻ്റെ ഈ ദൃഢമായ വിശ്വാസമാവാം സതീശനെ ഇന്ന് ഈ വലിയ പദവിയിൽ പോലും എത്തിച്ചിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അചഞ്ചലമായ ദൈവവിശ്വാസമാണ് സതീശനെ ഓരോ ഘട്ടങ്ങളിൽ നയിച്ചു എന്നാണ് അദ്ദേഹം എപ്പോഴും ഏറ്റുപറയുന്നത്. അതാണ് സതീശൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് സതീശൻ ഹൈന്ദവ വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസങ്ങളെക്കുറിച്ചുള്ള അഗാധമായ
പാണ്ഡിത്യവും അഗാധമായ അറിവും നേടാനായിട്ട് സതീശൻ ഓരോ സമയത്തും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സതീശൻ്റെ കഴിഞ്ഞകാല ജീവിതം തന്നെ തെളിയിക്കുന്നത്. സതീശൻ്റെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിറിയക് തോമസ് ആണ്. അദ്ദേഹം സതീശനെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഒരു ഒറ്റ വാചകത്തിലൂടെ പറയുന്നുണ്ട്. ആദം നീ എവിടെയാകുന്നു എന്നാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സുവിശേഷ പ്രഭാഷണങ്ങളുടെ ഈ സമാഹാരത്തിന് അദ്ദേഹം പേര് നൽകിയിരിക്കുന്നത്. ആദമിനെ അന്വേഷിക്കുന്ന ദൈവത്തെ തിരിച്ചന്വേഷിക്കുന്നതാണ് സതീശൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങളുടെ രസവും രഹസ്യവും. തൻ്റെ വിശ്വാസ ജീവിതത്തിലെ നിത്യവിസ്മയ പ്രാർത്ഥനയായ 91 സങ്കീർത്തനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഹൃദയത്തെ സ്പർശിച്ച പ്രാർത്ഥന എന്ന തിരിച്ചറിവ് എനിക്ക് നൽകിയ ആഹ്ലാദവും ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അങ്ങനെ സതീശനെക്കുറിച്ച് സതീശൻ്റെ ബൈബിൾ അറിവിനെക്കുറിച്ച് വലിയ സന്തോഷത്തോടും അതിലേറെ ആഹ്ലാദത്തോടും കൂടിയാണ് അദ്ദേഹം ഒരിക്കൽ ചെയർമാനായിരുന്ന ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ പുസ്തകത്തിലെ ഞാൻ ഏറ്റവും വ്യത്യസ്തമായി കണ്ട ഒരു അധ്യായം എന്ന് പറയുന്നത് സതീശൻ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് യേശുക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു പ്രത്യേക അധ്യായമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ആ മാനിഫെസ്റ്റോയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിലെ ലോകത്തെ എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങളും എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കാലാകാലങ്ങളിലുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതെന്നാണ് സതീശൻ ഇതിനകത്ത് എടുത്തു പറയുന്നത്. അതിനകത്ത് പറയുന്നത് ക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ അതിനെക്കുറിച്ച് ഇത്ര വിശദമായ രീതിയിൽ മറ്റാരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതിനപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ സർക്കാരുകളും പാവപ്പെട്ടവരുടെയും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതെന്നാണ് സതീശൻ പറയുന്നത്. അതിനകത്ത് ഏറ്റവും വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, പൊതുജന ശുശ്രൂഷകൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരമമായ സമർപ്പണമാണ് കർത്താവ് നടത്തിയിരിക്കുന്നത്. ജനാധിപത്യ ക്രമത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രഖ്യാപിക്കാനുള്ള പ്രചോദനം രൂപം കൊണ്ടത് പള്ളിയിൽ ക്രിസ്തു നടത്തിയ ഈ വാഗ്ദാനത്തിൽ നിന്നാണ്. മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന് സുരക്ഷ ഉറപ്പാക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ക്രിസ്തു വിവരിച്ചത്. മനുഷ്യരാശിയുടെ സമഗ്രമായ രക്ഷയെക്കുറിച്ചുള്ള കരുതലിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയും പ്രത്യാശയും. യേശു ക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിക്കാണ് ഞാനും നിങ്ങളും ഈ പുരോഹിത ശ്രേഷ്ഠരും എക്കാലവും പ്രയത്നിക്കേണ്ടത്. അതായത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. രാജാവ് അവരോട്, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. വീണ്ടും പറയുന്നുണ്ട്, പണക്കാരുടെ പോക്കറ്റ് നിറയ്ക്കാനല്ല ക്രിസ്തു ഇന്നും എന്നും നമ്മോട് ആവശ്യപ്പെടുന്നത്. പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ചേർത്ത് പിടിക്കാനാണ് കർത്താവ് നിരന്തരം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയാണ് ഒരു പുതിയതായി ചുമതലയേൽക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ നാട്ടിലെ പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ, ഇവരെക്കുറിച്ചൊക്കെയുള്ള ഒരു കരുതൽ, അവരെ ചേർത്ത് പിടിക്കാനുള്ള വലിയൊരു ദൗത്യമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ വി.ഡി. സതീശനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കാൻ ഈ ക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോയാണ് തന്നെ ഏറ്റവും സ്വാധീനിച്ചെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനുള്ള വലിയ കടപ്പാടുണ്ട്, വലിയ ലക്ഷ്യബോധം ഉണ്ടാവണം, വലിയ ചുമതലയുണ്ടെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന വിജയമാണ് അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ നേടിക്കൊടുത്തത്. പിന്നെ ഒരു കാര്യം, അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസത്തെ, അദ്ദേഹം ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സെൻറ്റ് തോമസിനെ കുറിച്ച്, അതായത് തോമസ് അപ്പോസ്തലനെ കുറിച്ചാണ് അദ്ദേഹം നിരന്തരം അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിലുടനീളം പറയുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ധൈര്യശാലിയായിരുന്നു തോമസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിലുടനീളം പറയുന്നത്. ഒരു പക്ഷെങ്കിൽ ഒരു സാധാരണ നമ്മൾ കാണുന്ന ഒരു ബിഷപ്പിനോ അല്ലെങ്കിൽ ഒരു വൈദികനോ ബൈബിളിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് ഇത്രയും മനോഹരമായ രീതിയിൽ ഇത്രയും ആഴത്തിൽ പഠിച്ചു പറയാൻ കഴിയുമെന്ന് തന്നെ വലിയ സംശയമാണ്. കാരണം അദ്ദേഹം ഈ പ്രസംഗങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭയിലെ അറിയപ്പെടുന്ന തലമുതിർന്ന ബിഷപ്പുമാരുടെയും
വൈദികരുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഈ പ്രസംഗങ്ങളൊക്കെയും നടത്തിയത്. അവരെയൊക്കെ തന്നെ ആവേശം കൊള്ളിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും യൂട്യൂബിൽ ഇപ്പോഴും വലിയ വൈറലാണ്. അപ്പം അത് കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഓരോ പ്രസംഗം പഠിച്ച് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് അദ്ദേഹം ഈ പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഒരിടത്ത് പോലും പാളിപ്പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത് 2023 ജനുവരി 18 കുമ്പനാട് കൺവെൻഷനിലായിരുന്നു. അതായത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു കൺവെൻഷനിലാണ് സതീശൻ ആദ്യമായിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള തൻ്റെ പ്രഭാഷണ പരിപാടികൾ ആരംഭിക്കുന്നുവെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അന്ന് തുടങ്ങിയ ആ ഒരു ക്രിസ്തുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഘോഷണങ്ങൾ കേരളമൊട്ടാകെ അത് പടർന്നിട്ടുണ്ട്. അതിനകത്ത് കാര്യമായ വിമർശനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം അത്രമേൽ ബൈബിളിനെ സാമാന്യ ജനങ്ങളുമായിട്ടും സാമാന്യ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ പ്രസംഗവും നടത്തിയിരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഓരോ വായനക്കാർക്കും ഒരു റഫറൻസ് ഗ്രന്ഥമായിട്ട് പോലും ഉപയോഗിക്കാവുന്നതാണ് ആദം നീ എവിടെയാകുന്നു എന്ന് പറയുന്ന ഈ മനോഹരമായ ഈ പുസ്തകം.